ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നതേ ഓസ്ട്രേലിയയിൽ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കുറേ പേരുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർക്ക് സെലക്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 10 അത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും ഇമെയിൽ പോയിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇമെയിലിൽ നിങ്ങൾക്ക് സെലക്റ്റഡ് ആണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനകം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഇനി സെലക്ഷൻ കിട്ടാത്തവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അതായത് 2027 ഏപ്രിൽ 30 വരെ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴേ തന്നെ തയ്യാറാക്കി വയ്ക്കുക. ഇനി ഇതിന് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനി അവസരങ്ങളുണ്ട്. 482 വിസ കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അത്തരം എംപ്ലോയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അവരുടെ കരിയറിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടുത്തെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഒരു ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഇടുന്നുണ്ട് കേട്ടോ. അതിൽ നിങ്ങളുടെ ജോബ് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് നോക്കുക. സ്പോൺസേർഡ് ജോബ്സ് ഓസ്ട്രേലിയ എന്നോ സ്പോൺസേർഡ് ജോബ്സ് ന്യൂസിലൻഡ് എന്നോ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കണ്ടെത്താൻ പറ്റും. ഇനിയും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോബ് ഏതാണോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഞാനിവിടെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് പെട്ടെന്ന് തന്നെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഇമെയിൽ ചെക്ക് ചെയ്യാത്തവരുണ്ടാവും, ഇപ്പോൾ ആയിട്ടില്ല എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ തിരക്കിൽ ഇതൊക്കെ മറന്നുപോയവരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഇവിടെയൊക്കെ ജോബ് ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇവിടുത്തെ എംപ്ലോയേഴ്സ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നേ ഇല്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയാമോ, അതാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല. പക്ഷെ വിസ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പാസ്സായി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്താണ്, അതെല്ലാം അതിലൂടെ കാണിച്ചിരിക്കണം. നിങ്ങൾ എവിടെ വർക്ക് ചെയ്തു, നിങ്ങൾ അവിടെ എന്താണ് ജോലി ചെയ്തത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇത്രയും മാത്രമേ അവർ ചോദിക്കുള്ളൂ. അതല്ല, ഇവിടെ ജോലി കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തന്നിട്ടായിരിക്കും നിങ്ങൾ ആ ജോലി തുടരേണ്ടത്. അപ്പോൾ എന്ത് ജോലിയായാലും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സ്പോൺസർഷിപ്പ് ജോബ്സ് ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട്. ഓസ്ട്രേലിയയിലാണെങ്കിൽ കുറേ സ്ഥലങ്ങളൊക്കെ അവരിവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഇതുപോലുള്ള ജോബ്സ്, ഹെൽത്ത് കെയർ ജോബ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ജോലികളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഒരിക്കലും മടിച്ചിരിക്കരുത്. ഡിക്ലൈൻ 2, 3, 10 പ്രാവശ്യം കിട്ടിയാലും മൈൻഡ് ചെയ്യരുത്. ഇവിടെയുള്ളവർക്കൊക്കെ 100, 150 പ്രാവശ്യം ഡിക്ലൈൻ കിട്ടിയിട്ടാണ് ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയണോ? നിങ്ങൾക്ക് പ്രോപ്പർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം അതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ CV നല്ലതാണെങ്കിൽ, കവർ ലെറ്റർ ATS ഫ്രണ്ട്ലി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇൻ്റർവ്യൂവിലൂടെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു ജോലിയാണ് ഉള്ളതെങ്കിലും അതിൽ 10 15 പേരെ ആയിരിക്കും അവരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വിജയിച്ചു വരാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു സമയമാണ് ഈ വരുന്നത് 2027. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ. See you. Bye.